ആ ബേസിലേക്ക് വിട്ടെ. സാർ മേ കമിൻ. സാർ സാറിനെ വിളിപ്പിച്ചു. ഇത് നമ്മുടെ ആനുവൽ റിപ്പോർട്ട്. ഇതാണ് ആനുവൽ റിപ്പോർട്ട്. ഇതിങ്ങനെയാണ് തന്നെ ജയിക്കാൻ വിളിച്ചൂടെ? താഴെ കാര്യം ചെയ്യും. ഇന്നലെ തീർത്തിട്ട് പോയാൽ മതി. ഞാൻ ലീവിന് പോകാനുണ്ടാവും. എന്ത് ലീവ്? തനിക്ക് ഈ മാസം ലീവില്ല. തനിക്ക് പറ്റുന്ന പണി ചെയ്താൽ മതി. അല്ലെ ചെയ്യണ്ട. ഗെറ്റ് ഔട്ട്. സാർ, നിർമ്മലയിൽ 2 നേഴ്സുമാർ വന്നിട്ടുണ്ട്. സാറിനെ കാണാനാന്ന് പറഞ്ഞേ. കേട്ടിട്ടെ. ആ ഓക്കെ. സാർ, ഞങ്ങൾ നിർമ്മല മെഡിക്കൽ സെന്റർ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന നഴ്സുമാരാണ്. അപ്പോൾ സെപ്റ്റംബർ 10 സൂസൈഡ് പ്രിവെൻഷൻ ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പോൾ ഇത് പല സ്കൂളുകളിലും IT ഫീൽഡുകളിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ എംപ്ലോയീസിന് ഇത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സാർ. വീട്ടിൽ ഇത് നാളെ വൈകിട്ടത്തേക്ക് തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള ഫയൽസ് ആട്ടോ. ഇറങ്ങുന്നില്ലേ? മണി 7 ആയല്ലോ. ടൈം ആയില്ല. കുറെ പെൻഡിങ് വർക്ക്സ് ഉണ്ട്. ശരിയാണ്. ആ, നിർമ്മല മെഡിക്കൽ സെന്ററിൽ വയനാട് നഴ്സുമാരെ കൊണ്ടുവന്നിട്ട് തന്നതാണ് സൂസൈഡ് പ്രിവെൻഷനായിട്ട് എന്തോ ഇനീഷ്യേറ്റീവ് തുടങ്ങിയെന്നാ പറഞ്ഞത്. എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾക്ക് തന്നതേ ഉള്ളൂ. ശരിയെന്നാ. ഒന്ന് സംസാരിക്കില്ല. എന്റെ മൂഡ് ഭയങ്കര മോശം. ഇപ്പൊ വേറെ പണിയൊന്നുമില്ലല്ലോ. രാവിലെ വെറുതെ ഇരിക്കില്ലേ? എന്റെ അവസ്ഥ തന്നെയല്ല. ഓഫീസിലെ പ്രശ്നം, ബോസിന്റെ ചീത്തവിടെ എല്ലാം കൊണ്ടും എനിക്കറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണ്. നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു എനിക്കറിയാം. എനിക്ക് മടുത്തത്. മറ്റേ ഇറങ്ങി പൊക്കോടുന്നു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഹലോ, മെഡിക്കൽ സെന്റർ അല്ലേ? എനിക്ക് നിങ്ങൾക്ക് ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. ജീവിതം ഓരോ മനുഷ്യനും ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞൊരു യാത്രയാണിത്. ചിലപ്പോഴൊക്കെ നമ്മുടെ മുൻപിൽ അനന്തമായ ഇരുട്ട് മാത്രം തോന്നാം. പ്രശ്നങ്ങൾ നമ്മെ ഭാരം പോലെ അടിച്ചു മൂടും. അപ്പോൾ പലർക്കും തോന്നുന്ന തെറ്റായ വഴിയാണ് ആത്മഹത്യ. ഒരു നൈമിഷികമായ വേദനയെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാവിയിലെ ആയിരക്കണക്കിന് പ്രതീക്ഷകളെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ആത്മഹത്യ ഒരു ദുഃഖകരമായ തീരുമാനമാണ്. അത് സ്വന്തം ജീവിതത്തെ മാത്രമല്ല, നമ്മെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തെയും കൂടി തകർക്കുന്നു. കണക്കുകൾ പ്രകാരം 2024 കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് 10,779 ആണ്.
അതെ, 2022 കണക്കുകളെക്കാളും 63% കൂടുതൽ. അതിൽ കൂടുതലും യുവാക്കളാണ് എന്നതാണ് ഒരു വേദനാജനകമായ സത്യം. പ്രത്യാശയായി ഒരു തിരിവെളിച്ചമെങ്കിലും ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ ആയിരങ്ങളെ നമുക്ക് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള ഒരു നല്ല മാർഗമായി നമ്മുടെ നിർമ്മല മെഡിക്കൽ സെന്ററിന്റെ 24/7 ഹെൽപ്പ് ലൈൻ സർവീസ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.